ഹായ് എല്ലാവർക്കും അക്ഷത വ്ലോഗിലേക്ക് സ്വാഗതം. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇതൊരു ദിവസം ഔട്ടിങ്ങിന് പോയതാണ് കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയ കുറച്ച് സ്ഥലത്തിൻ്റെ കുറച്ച് കുട്ടി വ്ളോഗ്സൊക്കെ ചേർത്തിട്ടാണ് വീഡിയോസ് ചേർത്തിട്ടാണ് ഇപ്രാവശ്യം വീഡിയോ ചെയ്യുന്നത്. ഇത് അൽബലത്തിലുള്ള ഫസോര എന്ന് പറഞ്ഞ ഷോപ്പാണ്. അപ്പം നമ്മളവിടെ കുറച്ച് ബ്ലാങ്കറ്റ്, ഡെയിലി വെയറിന് പറ്റിയ ബോയ്സിൻ്റെ ഡ്രസ്സ്, അതുപോലെ നമുക്ക് പറ്റിയ ഡ്രസ്സ് അങ്ങനെ നോക്കാൻ വേണ്ടി പോയതാണ്. കാരണം എൻ്റെ കൂട്ടത്തിലുള്ള 2 പിള്ളേർക്ക് കാർഗോ അയക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയതാണ്. നമ്മൾ ഓൾറെഡി ഈ കടയുടെ വ്ളോഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇത് അവരുടെ എൻട്രൻസ് ഭാഗമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഹോളിഡേയ്സിൽ പോയിട്ട് നമ്മൾ സാധാ മീൽസാണ് പറഞ്ഞത്. ശിവരാത്രി വരാൻ പോകുന്നതിനോടനുബന്ധിച്ച് ചേച്ചി നോയമ്പായിരുന്നു. അപ്പോൾ നമ്മൾ സാധാ മീൽസും ഒരു ഫിഷ് ഫ്രൈ വരുന്ന രീതിയിലെ മീൽസാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഫിഷ് ഫ്രൈ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ബീഫ് റോസ്റ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഫുഡ് ബാക്കി തൊടുകറികളൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ ലാസ്റ്റ് വന്ന ബീഫ് റോസ്റ്റിനോട് മാത്രം എന്തോ ഞങ്ങൾക്കൊരു ഇഷ്ടം തോന്നിയില്ല കേട്ടോ. ബാക്കി എല്ലാ കറികളും നല്ലതായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഉച്ചയ്ക്ക് മുഖമൊക്കെ കണ്ടറിയാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചായിരുന്നു. കാരണം നമ്മളധികം വെയിൽ കൊണ്ട് ശീലമില്ലാത്ത ആൾക്കാരായത് കാരണം വെയിൽ നമുക്കൊരു പ്രശ്നമാണ്. അപ്പം ആദ്യം ഫസോര കയറി കുറേ ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലുലു ആയിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പം സാധാ ഊണാണ് കേട്ടോ പറഞ്ഞത്. അതായത് ഒരു പച്ചടി ഉണ്ടായിരുന്നു, തൈര് ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, ചെമ്മീൻ പൊടിച്ചതുണ്ടായിരുന്നു, പിന്നെ കൊണ്ടാട്ടം, വറ്റൽ, പിന്നെന്തായിരുന്നു, പിന്നെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. അവിയലുണ്ടായിരുന്നില്ല. അതിന് പകരം വേറെ എന്തോ ഒരു വാളമ്പയർ അരിഞ്ഞിട്ട് എന്തോ ഒരു കറി, പിന്നെ ഒരു നല്ല ചോറ്, സാമ്പാറും മീൻകറി, പിന്നെ പപ്പടം, പിന്നെ അവരെന്താ തന്നെ അത്രയായിരുന്നു നമ്മുടെ ഊണിന് ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല കറികളായിരുന്നു കുറേ നാൾക്ക്. പിന്നെ നല്ല ചൂട് ചോറ് ഉച്ചയ്ക്ക് കിട്ടുമ്പോൾ നമുക്ക് വേറെ എന്താല്ലേ അതിപ്പരൊരു ഇത്. ഞങ്ങളെന്തായാലും കഴിച്ചു, ഇല മടക്കി. ഓഫ് കോഴ്സ് നമ്മൾ ബില്ല് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇത് ഇടയ്ക്കൊന്ന് കയറി വന്നാൽ കേട്ടോ. അതായത് ഞങ്ങൾ കഴിക്കുന്നത് നിങ്ങളെ കാണിച്ചില്ലല്ലോ. അപ്പം എടുത്ത വീഡിയോ ഇടയ്ക്കൊന്ന് കയറി വന്നതാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് ബില്ല് വന്നതിൻ്റെ സങ്കടത്തിൽ എൻ്റെ മുഖം അങ്ങനെയായതാണ്. അതായത് 80 റിയാലായി. 22 റിയാലാണ് ഒരാളുടെ മീൽസിനായത്. അതിനും ആയിരുന്നു എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ബില്ലടച്ച് നമ്മൾ നേരെ പോയത് ലുലുവിലോട്ടാണ്. ലുലുവിൽ പോയി കുറച്ച്, അതായത് ഈ ഒരു ആഴ്ചത്തേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് ലുലുവിൽ പോയത്. ഞാൻ കുറച്ച് ഫിഷ് മേടിച്ചു. ബാക്കിയുള്ളവരെല്ലാം മറ്റേ ലിക്വിഡ്, പൗഡർ, അവർക്ക് കാർഗോ അയക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്തത്. ഹാൻഡ് വാഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആട്ടോ നോക്കിയത്. കണ്ടുകൂടെ ഹാൻഡ് വാഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. കൊട്ട നിറഞ്ഞിരിക്കുന്നത് നോക്കണ്ട. എപ്പോൾ പോയാലും ലുലുവിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ കൊട്ട നിറയും. അതൊരു പ്രത്യേകതരം പ്രതിഭാസമാണ്. സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടും, അല്ലെങ്കിൽ വാങ്ങിയ സാധനം തന്നെ പിന്നെ എടുത്ത് വെക്കും, പിന്നെ വീട് വരുമ്പോൾ വീണ്ടും തിരിച്ച് വെക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രതിഭാസം എനിക്ക് എപ്പോഴും സംഭവിക്കാറുണ്ട്. ഞാൻ പിന്നെ പെർഫ്യൂമൊക്കെ ഇവിടെ എപ്പോൾ ചെന്നാലും എടുത്ത് അടിച്ച് നോക്കുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ കുറച്ച് പെർഫ്യൂംസൊക്കെ നോക്കി. പിന്നെ ലുലുവിൽ പൊതുവേ എല്ലാം ഓഫറാണെന്ന് പറയും. ഇവിടെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ കൃത്യം എപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ നിൽക്കുമ്പോഴും എന്തെങ്കിലും ഉണ്ടാവും. അത് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ KFC കഴിക്കാൻ വേണ്ടി പോയതാണ്. കുറേ കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് KFC അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ KFC ഓർഡർ ചെയ്തിട്ടിരിക്കുന്ന ആ സീനാണ്. നമ്മൾ സ്പൈസിയും റെഗുലറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഗുലറാണ് ദാ കളറ്. പിന്നെ ഇത് ഇന്നത്തെ സ്പെഷ്യലാണ്. ഇന്ന് ശിവരാത്രിയാണ്, മഹാശിവരാത്രിയാണ്. ശിവരാത്രിയുടെ അന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഡബ് ചെയ്ത് ഇടുന്നത്. ആയിരിക്കുന്നത് എൻ്റെ അനിയത്തിയും പിള്ളേരാണ്. അവർ അമ്പലത്തിൽ രാവിലെ പോയപ്പോൾ നാവൂർ പാടുന്നതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വോയിസ് ഒന്നും ഇടുന്നില്ല, കാരണം ഇത് എനിക്ക് അയച്ചു തന്ന വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് ഇടണമെന്ന് തോന്നി ശിവരാത്രിയായിട്ട്. ഇതെൻ്റെ മുതുവരത്തെ അമ്പലമാണ്. ഞാൻ എൻ്റെ 24 വയസ്സ് വരെ മുതുവരെയാണ് പഠിച്ചതും വളർന്നതും എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. ഇത് ഞങ്ങളുടെ കാവടിയുടെ യൂണിഫോമാണ് കേട്ടോ. ഇത് കിഴക്കുമുറിയുള്ള ടീമിൻ്റെ യൂണിഫോമാണ് ഇത്.
കിഴക്ക് പറയുന്ന ഒരു സെറ്റ് കാവടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പൂക്കാവടി ഉണ്ടാവും, അമ്പലക്കാവടി ഉണ്ടാവും. എനിക്ക് കാവടിയുടെ ഒന്നും വീഡിയോസ് ഇവർ അയച്ചു തന്നില്ല. ഞാനിവിടെ എഴുന്നേറ്റപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് എനിക്കത് കവർ ചെയ്യാനും പറ്റിയില്ല. ഇതേ വരുന്നു, അതാണ് പൂക്കാവടി. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആ വഴിയാണ് കേട്ടോ അത്. അപ്പം ഇതാണ് നമ്മുടെ ഭാഗത്തെ ടീമിൻ്റെ യൂണിഫോം. പിന്നെ ആനേനെയൊക്കെ കുളിപ്പിക്കാൻ കൊണ്ടുവരണ ആ ഒരു വീഡിയോ ഒക്കെ എനിക്ക് ഷെയർ ചെയ്ത് തന്നേന്ന് ചെറുതായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. ആനയെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസാണ്. പിന്നെ ഇത് രാവിലെ ഇവർ അമ്പലത്തിൽ പോയി പറ നിറയ്ക്കുന്നതാണ്. അപ്പോൾ ഇത് കൂവളപ്പറ നിറയ്ക്കുന്നതാണ്. അതെൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാണ്. മറ്റപ്പുറത്ത് നിൽക്കുന്ന ആ കുഞ്ഞിപ്പെണ്ണ് എൻ്റെ മോള്. ഇത് വീണ്ടും കാവടി പക്ഷെ എൻ്റെ മോൾക്ക് പോകാൻ പറ്റിയില്ല. അവൾക്ക് നാളെ തൊട്ട് പരീക്ഷ ആയതുകൊണ്ടൊന്നും അതിനകത്തേക്ക് പോകാൻ പറ്റിയില്ല. സൗദി തൃശ്ശൂർ വീഡിയോ ആണ് ഇപ്രാവശ്യം ഇട്ടിരിക്കുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്നും വിചാരിക്കുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ, വേറെ വിശേഷമൊന്നുമില്ല. നാട്ടിൽ പോകാറായിട്ടുണ്ട്. നാട്ടിൽ പോയി കഴിയുമ്പം ഞാൻ കൃത്യമായിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം. ഇത് അവൾ ആ കാവടിയുടെ പാട്ട് കേട്ടിട്ട് രണ്ടും കൂടെ തുള്ളണമാണ് കേട്ടോ. ചേച്ചിയും അനിയത്തിയും കൂടി നിന്ന് തുള്ളാണ്. എൻ്റെ അനിയത്തിയുടെ 2 പിള്ളേരാണ്, ആമിക്കുട്ടിയും സാൻവിക്കുട്ടിയും. അല്ല, സാമീനെ നോക്കിക്കേ, സാമി ചേച്ചി കാണിക്കുന്ന പോലെ തന്നെ കാണിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. പക്ഷേ ഒരു ക്യൂട്ട്നെസ് ഇല്ലേ കാണിക്കുന്നത് കാണാനായിട്ട്. ഒരു പൊടിക്കൊച്ചും കൂടെ ഉണ്ട്. അതും ആ കുട്ടിക്ക് യൂണിഫോം തന്നെയാണ്. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.